Hi friends, welcome to EduScore NCERT. CBSE Class 7 Science Chapter 1 Nutrition in Plants. നമ്മൾ ഇന്ന് ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ് എന്ന ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത്. In class 6, you learned that food is essential for all living organisms. You also learned that carbohydrates, proteins, fats, vitamins and minerals are components of food. These components of food are necessary for our body and are called nutrients. നമ്മൾ 6th ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഫുഡ് ലിവിങ് ഓർഗാനിസത്തിന് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ എസെൻഷ്യൽ ആണ് എന്നുള്ളത്. അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വിറ്റാമിൻസ്, മിനറൽസ് ഇതൊക്കെയാണ് ഫുഡിലെ കമ്പോണൻസ്. ഈ കമ്പോണൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണ്. അതിനെ നമ്മൾ ന്യൂട്രിയൻസ് എന്ന് വിളിച്ചു. ഓൾ ലിവിങ് ഓർഗാനിസംസ് റിക്വയർ ഫുഡ്. എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം ആവശ്യമാണ്. Plants can make their own food themselves, but animals including humans cannot. നമ്മൾ പറഞ്ഞു ലിവിങ് ഓർഗാനിസത്തിനൊക്കെ ഭക്ഷണം ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ ഗ്രൂപ്പ് അല്ലേ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അവർ സ്വയം തന്നെ ഫുഡ് ഉണ്ടാക്കുന്നവരാണ്. അതേസമയം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന ആനിമൽസിനൊന്നും സ്വയം ഫുഡ് നമ്മൾ അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യുന്ന കാര്യമല്ല പറയുന്നത്. ബേസിക് ആയിട്ടുള്ള ഫുഡ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. പ്ലാന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആനിമൽസ് ഒക്കെ ജീവിക്കുന്നത്. ദേ ഗെറ്റ് ഇറ്റ് ഫ്രം പ്ലാന്റ്സ് ഓർ ആനിമൽസ് ദാറ്റ് ഈറ്റ് പ്ലാന്റ്സ്. നമ്മൾ ഒന്നെങ്കിൽ പ്ലാന്റ് ബേസ്ഡ് ഫുഡ് കഴിക്കും, അല്ലെങ്കിൽ ആ പ്ലാന്റിനെ കഴിക്കുന്ന ആനിമൽസിനെ കഴിക്കും. Thus, humans and animals are directly or indirectly dependent on plants. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നത് പ്ലാന്റ്സിനാണ്. ആ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. ഡയറക്റ്റ് ആയിട്ടോ നമ്മൾ ആ പ്ലാന്റ്സിനെ നേരിട്ട് തിന്നുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇനി ആ പ്ലാന്റിനെ തിന്നുന്ന എന്തെങ്കിലും ആനിമൽസിനെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഇൻഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്യുന്നു പ്ലാന്റ്സിനെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. ഇനി ഇവിടെ ബോജു വാണ്ട്സ് ടു നോ ഹൗ പ്ലാന്റ്സ് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. ബോജുവിന് അറിയണം എങ്ങനെയാണ് ഈ പ്ലാന്റ്സ് സ്വയം ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത്. പഹലി വാണ്ട്സ് ടു നോ വൈ അവർ ബോഡി കനോട്ട് മേക്ക് ഫുഡ് ഫ്രം കാർബൺ ഡയോക്സൈഡ്, വാട്ടർ ആൻഡ് മിനറൽസ് ലൈക്ക് പ്ലാന്റ്സ് ഡു. നമ്മളിപ്പോൾ പഠിക്കും എങ്ങനെയാണ് പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്നത്. എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ്? കാർബൺ ഡയോക്സൈഡും വാട്ടറും മിനറൽസും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ട് അതുപോലെ പ്ലാന്റ് ഫുഡ് ഉണ്ടാക്കുന്നത് പോലെ നമ്മുടെ ബോഡിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല? ഇതാണ് ഇവരുടെ രണ്ടാളുടെയും ഡൗട്ട്. മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ്. Plants are only organisms that can prepare food for themselves by using water, carbon dioxide and minerals. The raw materials are present in their surroundings. നമ്മൾ ആദ്യം പറഞ്ഞു പ്ലാന്റ്സിനാണ് സ്വന്തമായി ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ പറ്റുന്നവർ. Plants are the only organisms that can prepare food for themselves. എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ്? വാട്ടർ, വെള്ളം, കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞ ഗ്യാസ് ആൻഡ് മിനറൽസ് ഉപയോഗിച്ചിട്ട്. ഇതൊക്കെ പ്ലാന്റിന്റെ സറൗണ്ടിങ്സിൽ ചുറ്റുവട്ടത്തിൽ ഉണ്ടാവും. അത് യൂട്ടിലൈസ് ചെയ്തിട്ട് പ്ലാന്റ് സ്വന്തമായി ഫുഡ് ഉണ്ടാക്കുന്നു. ദ ന്യൂട്രിയൻസ് enable living organisms to build their bodies, to grow, to repair damaged parts of their bodies and provide the energy to carry out life process. എന്തിനാണ് ഈ ന്യൂട്രിയൻസ്? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും കിട്ടുന്ന ന്യൂട്രിയൻസ് എന്തിനാണ്? നമുക്ക് നമ്മുടെ ബോഡി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് വളരാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ബോഡി പാർട്സിലൊക്കെ ഡാമേജ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, പിന്നെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ പ്രോസസ്സുകൾക്കും എനർജി ആവശ്യമാണ്. ആ എനർജിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ന്യൂട്രിയൻസ് ആവശ്യമാണ് എന്ന് പറയുന്നത്. Nutrition is the mode of taking food by an organism
and its utilization by the body. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഫുഡ് അകത്തേക്ക് എടുക്കുന്നത്, നമ്മുടെ ബോഡി അതെങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്താണെന്ന് പറയുന്നത്. അപ്പം ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് ഉള്ളിലേക്ക് എടുക്കുന്നത് എങ്ങനെയാണ്, അത് നമ്മുടെ ബോഡി എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളതിനാണ് ന്യൂട്രീഷൻ എന്നുള്ള ടേം ഡിനോട്ട് ചെയ്യുന്നത്. The mode of nutrition in which organisms make food themselves from simple substances is called autotrophic. നമ്മൾ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് പ്ലാന്റിലുള്ള മോഡ് ഓഫ് ന്യൂട്രീഷൻസ് ആയിരുന്നു. അപ്പം ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം അകത്തേക്ക് എടുക്കുന്നത്, അത് നമ്മളുടെ ബോഡി എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താ അത്? ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ. എന്താ? ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ. ഓട്ടോ മീൻസ് സെൽഫ്, ട്രോഫോസ് മീൻസ് നറിഷ്മെന്റ്. സെൽഫ് നറിഷ്മെന്റ്, സ്വന്തം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, ആ ഒരു മോഡിനെയാണ് നമ്മൾ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻസ് എന്ന് വിളിച്ചത്. സിമ്പിൾ സബ്സ്റ്റൻസസിൽ നിന്നും സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നെങ്കിൽ അതിനെ നമ്മൾ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് വിളിക്കുന്നു. അപ്പം നമുക്കറിയാലോ, അങ്ങനെ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ഗ്രൂപ്പാണ് പ്ലാന്റ്സ്. സോ പ്ലാന്റ്സ് ഹാവ് ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. സോ പ്ലാന്റ്സ് ആർ കോൾഡ് ഓട്ടോട്രോഫ്സ്. ആ ന്യൂട്രീഷനെ നമ്മൾ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നു. അത് ചെയ്യാൻ കഴിവുള്ള പ്ലാന്റ്സിനെ നമ്മൾ ഓട്ടോട്രോഫ്സ് എന്ന് വിളിക്കുന്നു. ആനിമൽസ് ആൻഡ് മോസ്റ്റ് അതർ ഓർഗാനിസംസ് ടേക്ക് ഇൻ റെഡി മെയ്ഡ് ഫുഡ് ഫ്രം പ്ലാന്റ്സ് or the food prepared by the plants. They are called heterotrophs. ഒരുവിധപ്പെട്ട ആനിമൽസ്, പ്ലാന്റ്സ് ഒഴികെയുള്ള ഒരുവിധപ്പെട്ട ആനിമൽസ് ഒക്കെ പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യാണ്, പ്ലാന്റ് ഉണ്ടാക്കി വെച്ച ഭക്ഷണം എടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവരെ വിളിക്കുന്ന പേര് ഹെറ്ററോട്രോഫ്സ് എന്നാണ്. ഹെറ്ററോസ് മീൻസ് അതർ, വേറെ ആൾക്കാര് സ്വന്തം ഭക്ഷണം ഉണ്ടാക്കാണ്ട് മറ്റുള്ളവരുടെ അടുത്തുനിന്ന് ഭക്ഷണം എടുത്തു കഴിക്കുന്നു. അങ്ങനെയുള്ള ന്യൂട്രീഷനെ നമ്മൾ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നു. Now we may ask where the food factories of plants are located. Whether food is made in all parts of a plant or only certain parts. How do plants obtain the raw materials from the surroundings? How do they transport them to food factories of the plant? ഇത്രയും ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്, അതിനെ ഇവിടെ ഫുഡ് ഫാക്ടറി എന്നാണ് വിളിച്ചിട്ടുള്ളത് അല്ലേ. ഈ ഫുഡ് ഫാക്ടറീസ് പ്ലാന്റിന്റെ എവിടെയാണ്? പ്ലാന്റിന്റെ എല്ലാ പാർട്ടിലും ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടോ? അല്ല. പ്ലാന്റിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഭാഗത്ത് മാത്രമാണോ ഈ പ്രോസസ്സ് നടക്കുന്നത്, ഫുഡ് സിന്തസിസ് നടക്കുന്നത്? അതേപോലെ ഈ പ്ലാന്റ്സ് അതിന്റെ സറൗണ്ടിങ്സിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് പ്ലാന്റിന്റെ ഒരു പെർട്ടിക്കുലർ പാർട്ടിലേക്ക് ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ പഠിക്കാൻ പോവാണ് പ്ലാന്റ് എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഫോട്ടോസിന്തസിസ്, ഫുഡ് മേക്കിംഗ് പ്രോസസ് ഇൻ പ്ലാന്റ്സ്. അപ്പം നമ്മൾ ഈ ഫുഡ് മേക്കിംഗ് എന്ന് പറഞ്ഞല്ലോ, കുറച്ച് നേരം നമ്മൾ പറയുന്നു പ്ലാന്റ്സിന് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. ആ ഒരു പ്രോസസ്സിനെയാണ് ഫോട്ടോസിന്തസിസ് എന്ന് വിളിക്കുന്നത്. ഫോട്ടോസിന്തസിസ്. Leaves are the food factories of plants. Leaves are the food factories of plants. Plants'il food factories എന്ന് പറയുന്നത് ലീവ്സിനെയാണ്. അപ്പോൾ എന്തായിരിക്കും? ലീവ്സിൽ വെച്ചിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. The synthesis of food in plants occurs in leaves. ഫുഡ് സിന്തസൈസ് ചെയ്യുന്നത് പ്ലാന്റിലെ ലീവ്സിൽ വെച്ചിട്ടാണ്. Therefore, all the raw materials must reach there. അപ്പം ഭക്ഷണം ലീഫിൽ നിന്ന് ഉണ്ടാക്കണമെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കേണ്ട സാധനങ്ങൾ, റോ മെറ്റീരിയൽസ് ഒക്കെ
സറൗണ്ടിങ്സിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് എവിടെ എത്തിക്കണം? ലീവ്സിൽ എത്തിക്കണം. Water and minerals present in the soil are absorbed by the roots and transported to the leaves. സോയിലുള്ള മണ്ണിലുള്ള വെള്ളവും മിനറൽസും ഒക്കെ റൂട്ട് അബ്സോർബ് ചെയ്തെടുത്ത് അതിനെ എങ്ങോട്ട് കൊണ്ടുവിടണം? ലീവ്സിൽ കൊണ്ടെത്തിക്കണം. Carbon dioxide from air is taken in through the tiny pores present on the surface of leaves. വാട്ടറും മിനറൽസും സോയിലിന് അബ്സോർബ് ചെയ്യും. ഇനി വേറൊരു കമ്പോണൻ്റ് ആയിരുന്നു, വേറൊരു റോ മെറ്റീരിയൽ ആയിരുന്നു കാർബൺ ഡയോക്സൈഡ്. ഇത് എവിടുന്നാണ് കിട്ടുന്നത്? എയറിൽ നിന്നാണ് കിട്ടുന്നത്. ലീവ്സിൻ്റെ സർഫസിൽ കുഞ്ഞു കുഞ്ഞു ഓട്ടകളുണ്ടാവും, ടൈനി പോഴ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള ആ ഓട്ടകളിലൂടെ പ്ലാന്റ് എയറിൽ നിന്നും എന്തിനെ വലിച്ചെടുക്കും? കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുക്കും. ഈ സ്മോൾ പോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റൊമാറ്റ. Carbon dioxide from air is taken in through the tiny pores present on the surface of the leaves. These pores are surrounded by guard cells. Such pores are called stomata. ഈ കുഞ്ഞു കുഞ്ഞു പോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റൊമാറ്റ. ഈ പോഴ്സിന്റെ അപ്പുറത്തും ഇപ്പുറത്തും അല്ലെങ്കിൽ ഈ പോഴ്സിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഗാർഡ് സെൽസ് പ്രസന്റ് ആണ്. നമുക്ക് ചിത്രം വരുമ്പോൾ നോക്കാം. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ ഈ ടേംസ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പം സോയിലിൽ നിന്ന് വാട്ടറും മിനറൽസും അബ്സോർബ് ചെയ്തു. ലീവ്സിന്റെ സർഫസിലുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റൊമാറ്റകളിലൂടെ കാർബൺ ഡയോക്സൈഡിനെ ഉള്ളിലേക്കെടുത്തു. ഇനി water and minerals are transported to the leaves by the vessels which run like pipes throughout the root, stem and branches and the leaves. മണ്ണിൽ നിന്ന് വാട്ടറും മിനറൽസും റൂട്ട് അബ്സോർബ് ചെയ്ത് എടുത്തു. ഇനി അത് എവിടെ എത്തിക്കണം? ലീവ്സിൽ എത്തിക്കണം. അപ്പോൾ ഈ ചെടീൻ്റെ ഉള്ളിൽ പൈപ്പുകൾ പോലെ, നമുക്ക് ഒരു പൈപ്പായിട്ട് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന പോലെ ചില വെസൽസ് ഉണ്ട്. ഈ വെസലിലൂടെയാണ് താഴെയുള്ള വെള്ളത്തിന് ലീവ്സിൽ എത്തിക്കുന്നത്. They form a continuous path or passage for the nutrients to reach the leaf. ഒരു കണ്ടിന്യൂസ് പാസേജ് ഉണ്ടാവും താഴെയുള്ള ന്യൂട്രിയൻസിനെ എവിടെ എത്തിക്കാൻ? ലീഫിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. You will learn about transport of materials in plants in chapter 11. 11ൽ നമ്മൾ കൂടുതൽ പഠിക്കും എങ്ങനെയാണ് ഈ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. ഇപ്പം നമ്മളൊരു ഓവറോൾ ഐഡിയ ഉണ്ടാക്കുകയാണ്. ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സറൗണ്ടിങ്സിൽ നിന്നും എങ്ങനെയാണ് കമ്പോണൻസ് ലീഫിലെത്തുന്നത്. ഭോജോന് എന്തൊരു ഡൗട്ട് ഉണ്ട്. ഭോജു വാണ്ട്സ് ടു നോ ഹൗ വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ് ബൈ റൂട്ട് റീച്ച് ദ ലീവ്സ്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ എങ്ങനെയാണ്. ഭോജോന് ഇനി നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുത്തൂടെ? ഭോജോ വാണ്ട്സ് ടു നോ ഹൗ വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ്ഡ് ബൈ റൂട്ട്സ് റീച്ച് ദ ലീവ്സ്. എങ്ങനെയാ? റൂട്ട്സിൽ നിന്ന് അല്ലെങ്കിൽ റൂട്ട്സ് മണ്ണിൽ നിന്ന് വാട്ടറും മിനറൽസും വലിച്ചെടുത്ത ശേഷം ഈ പ്ലാന്റിന്റെ ശരീരത്തിന്റെ ഉള്ളിലൂടെ വെസൽസ്, പൈപ്പ് പോലുള്ള വെസൽസ് റൺ ചെയ്യുന്നുണ്ട്. ആ വെസൽസ് വഴിയാണ് മണ്ണിൽ നിന്ന് വലിച്ചെടുത്ത വാട്ടറും മിനറൽസും ലീഫിലെത്തിക്കുന്നത്. The leaves have green pigment called chlorophyll. It helps leaves to capture the energy of sunlight. This energy is used to synthesize or prepare food from carbon dioxide and water. Since the synthesis of food occurs in the presence of sunlight, it is called photosynthesis. Photo means light and synthesis means to combine. So, in the process of food making in plants, in the presence of light, the plant combines water, minerals, carbon dioxide to synthesize food with help of a green pigment called chlorophyll. അപ്പോൾ എന്താ? പ്ലാന്റ്സിൽ ഒരു ഗ്രീൻ കളർ പിഗ്മെന്റ് ഉണ്ട്. അതിൻ്റെ പേരാണ് ക്ലോറോഫിൽ. പ്ലാന്റ്സിൻ്റെ ലീഫിൽ കാണുന്ന ഒരു ഗ്രീൻ കളർ പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ.
ഈ ക്ലോറോഫിൽ എന്ന് പറഞ്ഞ ആ പിഗ്മെന്റ് ആണ് സൺലൈറ്റിൽ നിന്നും പ്ലാന്റിന് വേണ്ട എനർജി ക്യാപ്ചർ ചെയ്യാൻ, എനർജി സ്വീകരിക്കാൻ സഹായിക്കുന്നത് ഈ ക്ലോറോഫിൽ എന്ന് പറഞ്ഞ പച്ച കളറിലുള്ള പിഗ്മെന്റ് ആണ്. ഈ എനർജി ഉപയോഗിച്ചിട്ടാണ് പ്ലാന്റ് വെള്ളവും കാർബൺ ഡയോക്സൈഡും എല്ലാം കൂടെ ചേർത്ത് പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള ഫുഡ് സിന്തസൈസ് ചെയ്യുന്നത്. ഈ പ്രോസസ്സിനെയാണ് ഫോട്ടോസിന്തസിസ്. ആ പേരിൽ തന്നെ ഉണ്ട്. ദ പ്രോസസ് ഓഫ് സിന്തസൈസിങ് ഫുഡ് ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് ഈസ് നോൺ ആസ് ഫോട്ടോസിന്തസിസ്. എന്തൊക്കെ ഉപയോഗിച്ചിട്ട്? കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, മിനറൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട്. So we find that chlorophyll, sunlight, carbon dioxide and water are necessary to carry out the process of photosynthesis. It is a unique process on the earth. The solar energy is captured by the leaves and stored in the plant in the form of food. Thus, sun is the ultimate source of energy for all living organisms. എന്താ പറയുന്നത്? എന്താണ് photosynthesis? Photosynthesis is a unique process on the earth. വേറെ എവിടെയും കാണാത്ത, ഭൂമിയിൽ പ്ലാന്റ്സിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ്. ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ പ്ലാന്റ് ക്ലോറോഫില്ലും സൺലൈറ്റും കാർബൺ ഡയോക്സൈഡും വാട്ടറും ഒക്കെ യൂസ് ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു. എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ള അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് സണ്ണാണ്. കാരണം അവർക്കൊക്കെ വേണ്ട ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ ആ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? സണ്ണിൽ നിന്നാണ്, സൺലൈറ്റിൽ നിന്നാണ്. സോ ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി ഫോർ ഓൾ ലിവിങ് ഓർഗാനിസം ഈസ് സൺ. ക്യാൻ യു ഇമാജിൻ ലൈഫ് ഓൺ എർത്ത് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഫോട്ടോസിന്തസിസ്? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഫോട്ടോസിന്തസിസ് ഇല്ലായിരുന്നെങ്കിൽ ഈ ഭൂമിയിൽ ജീവൻ ഉണ്ടാവുമായിരുന്നോ? എങ്ങനെയായിരിക്കും എന്നൊക്കെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കാരണം നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് കിട്ടുന്നത് ഈ ഒരു പ്രോസസ്സിന്റെ റിസൾട്ട് ആയിട്ടാണ്. അപ്പൊ ആ ഒരു പ്രോസസ്സ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ കാണുന്ന ലൈഫ് ഒന്നും ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഫോട്ടോസിന്തസിസ് ദർ വുഡ് നോട്ട് ബി എനി ഫുഡ്. അപ്പം ഫോട്ടോസിന്തസിസ് ആബ്സെന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ദർ ഈസ് നോ ഫുഡ്, ഫുഡ് ഇല്ലാന്ന്. ദ സർവൈവൽ ഓഫ് ഓൾമോസ്റ്റ് ഓൾ ലിവിങ് ഓർഗാനിസംസ് directly or indirectly depends upon the food made by the plants. ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും, എല്ലാ ലിവിങ് ഓർഗാനിസമും ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡാണ്. Besides, oxygen, which is essential for the survival of living organisms, is produced during synthesis. നമ്മളൊക്കെ ശ്വസിക്കുന്ന, നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു ഫാക്ടറാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. ആ ഓക്സിജൻ നമുക്ക് കിട്ടുന്നത് ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുമ്പം പുറത്തോട്ട് വരുന്ന ഒരു ഗ്യാസാണ്. അങ്ങനെയാണ് നമുക്ക് ഓക്സിജൻ കിട്ടുന്നത്. In the absence of photosynthesis, life would be impossible on the earth. അപ്പം നമ്മളോട് ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് നടക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ലൈഫ് ഉണ്ടാകുമോ എന്നായിരുന്നു ചോദ്യം. സോ ദ ആൻസർ ഈസ് നോ. ഇറ്റ് വുഡ് ബി ഇംപോസിബിൾ ഓൺ ദ എർത്ത് ഇഫ് ദർ ഇസ് നോ ഫോട്ടോസിന്തസിസ്. എന്താ കാരണം? ഫസ്റ്റ് റീസൺ, ആ ഫോട്ടോസിന്തസിസിന്റെ റിസൾട്ടായിട്ട് ഉണ്ടാവുന്ന ഫുഡാണ് ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും ഭക്ഷണം. ആ ഭക്ഷണം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. 2, നമ്മളൊക്കെ ശ്വസിക്കുന്ന ഓക്സിജൻ, ആ ഓക്സിജൻ നമുക്ക് കിട്ടുന്നത് ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പം റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം ആ ഫോട്ടോസിന്തസിസ് ഇല്ലെങ്കിൽ ഫുഡും ഇല്ല, നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജനും ഇല്ല. സോ അങ്ങനെ ഒരു പ്രോസസ്സ് ഇല്ലെങ്കിൽ നമുക്ക് ലൈഫ് എന്നത് ഇമ്പോസിബിൾ ആയിരുന്നു എർത്തിൽ. ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്, chlorophyll containing cells of leaves in the presence of sunlight use carbon dioxide and water to synthesize carbohydrates. This process can be represented as an equation. അപ്പോൾ ഫോട്ടോസിന്തസിസിന്റെ സമയത്ത്
ക്ലോറോഫിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ലീവ്സിൽ വെച്ചിട്ട് ആരുടെ പ്രസൻസിൽ, സൺലൈറ്റിന്റെ പ്രസൻസിൽ ഈ ലീവ്സ് കാർബൺ ഡയോക്സൈഡും വാട്ടറും കൂടെ ചേർത്ത് കാർബോഹൈഡ്രേറ്റ്സ് സിന്തസൈസ് ചെയ്യുന്നു. ഇതിനെ നമുക്കൊരു ഇക്വേഷന്റെ രൂപത്തിൽ എഴുതി നോക്കാം. എന്താ? കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ. There is a combination of carbon dioxide and water in the presence of sunlight and chlorophyll gives carbohydrate plus oxygen. നമുക്ക് നോക്കാം. ഇവിടെ നമ്മളൊരു ഏരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. ഏരോ മാർക്കിന്റെ മുമ്പെയാണ് നമ്മൾ എന്തൊക്കെ ചേർത്തിട്ടാണ് ഒരു സാധനം ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് എഴുതുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫുഡാണ്. ആ ഫുഡിനെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് എന്ന് വിളിക്കാമല്ലോ. അപ്പം കാർബൺ ഡയോക്സൈഡും വാട്ടറും കൂടെ ചേർത്തിട്ട് ഇനി നമ്മൾ ആ ഇക്വേഷന്റെ നടുവിലായിട്ട് ഒരു ഏരോ മാർക്ക് കാണാം. ആ ഏരോ മാർക്കിന്റെ മുകളിലും താഴെയായിട്ട് എന്ത് എഴുതിയിട്ടുണ്ട്? സൺലൈറ്റ്, ക്ലോറോഫിൽ എന്ന് എഴുതിയിട്ടുണ്ട്. അതിനർത്ഥം ഈ ഒരു കോമ്പിനേഷൻ നടക്കുന്നത്, ഇവരെ രണ്ടാളെയും കൂടെ കൂട്ടിച്ചേർക്കുന്നത് ആരുടെ പ്രസൻസിലാണ് എന്നുള്ളതാണ്. ആരുടെ പ്രസൻസിലാ? സൺലൈറ്റിന്റെയും ക്ലോറോഫില്ലിന്റെയും. ഇനി ഏരോ മാർക്കിന് ശേഷം നമ്മൾ ഈ ഒരു രണ്ട് സാധനങ്ങൾ ചേർത്തിട്ട് ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് എഴുതും. സോ കാർബോഹൈഡ്രേറ്റും ഓക്സിജനും. അങ്ങനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിന്റെ ഇക്വേഷൻ എഴുതാം. സോ our equation which represents the process of photosynthesis is carbon dioxide plus water in the presence of sunlight and chlorophyll gives carbohydrate and oxygen. നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് ഫോട്ടോസിന്തസിസിൽ നടക്കുന്നത് എന്ന്? ഇനി ഇവിടെ നമുക്ക് കുറച്ച് ഫിഗറൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നേരത്തെ എന്തായിരുന്നു? ലീഫിന്റെ സർഫസിൽ കുഞ്ഞു കുഞ്ഞു ഓട്ടകളുണ്ട്, കുഞ്ഞു കുഞ്ഞു പോൾസ് ഉണ്ട്. അതിനെയാണ് സ്റ്റൊമാറ്റ എന്ന് വിളിക്കുക. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ലീഫ് കാണിച്ചിട്ടുണ്ട്. അതിന്റെ സർഫസ് അല്ലേ ഈ കാണുന്നത്? ഈ സർഫസിൽ കുറേ ഓട്ടകൾ ഉണ്ടാവും, കുഞ്ഞു 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 പോൾസ് ഉണ്ടാവും. അതിലൊരു പോൾസിനെ നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഇവിടെ ഇങ്ങനെ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കിതാ ഇതുപോലെ ഒരു സംഭവമാണ് കാണാൻ പറ്റുക. എന്താ? ഈ നടുവിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഓട്ടയാണ്, ഒരു പോളാണ്. അതിനെയാണ് നമ്മൾ സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ചുറ്റിലും കണ്ടോ രണ്ട് ഗാർഡ് സെൽസ് ഉണ്ട്. ഈ ഓട്ടേനെ ഗാർഡ് ചെയ്യുന്ന രണ്ട് ഗാർഡ് സെൽസ് ഉണ്ട്. ഓട്ട മീൻസ് കുഞ്ഞി പോർ. ഇനി ലീഫിന്റെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? ഈ സെല്ലിന്റെ ഉള്ളിൽ കണ്ടോ നിങ്ങൾ കുത്തായിട്ട് കാണിച്ചിട്ടുള്ളതാണ് നമ്മളെ ഗ്രീൻ കളർ പിഗ്മെന്റ്, ക്ലോറോഫിൽ. ഇവിടെ ഇവരിങ്ങനെ ചേർന്നിട്ടല്ലല്ലോ സെൽസ് ഇവിടെ ഉള്ള ചില ഗ്യാപ്സ് കണ്ടോ? അതാണ് നമ്മളെ സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ്. ആ സ്റ്റൊമാറ്റോന്റെ അപ്പുറത്തും ഇപ്പുറത്തും ആരുണ്ട് എന്നാ നമ്മൾ പറഞ്ഞ? ഗാർഡ് സെൽസ് ഉണ്ട് എന്നാ പറഞ്ഞത്. അതാണ് ഇവിടെ ഇങ്ങനെ ഗാർഡ് സെൽസ് എന്ന് ഡിനോട്ട് ചെയ്തിട്ട് ഉള്ളത്. ഇനി നമുക്ക് അടുത്ത നോക്കാം. ഇവിടെ ഏതാ നമ്മൾ ഇക്വേഷൻ ചെയ്ത സാധനം ഒരു ഫിഗർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു ചെടി ഉണ്ട് ഇവിടെ. ആ ചെടിക്ക് ലീഫുണ്ട്. ലീഫിൻ്റെ ഉള്ളിൽ ഗ്രീൻ കളർ പിഗ്മെന്റ് ആയിട്ടുള്ള ക്ലോറോഫിൽ ഉണ്ട്. സണ്ണ് ഉണ്ട്. സോ പ്ലാന്റിന് കാർബൺ ഡയോക്സൈഡ് സ്റ്റൊമാറ്റ വഴി അബ്സോർബ് ചെയ്തെടുക്കുന്നു. വാട്ടറും മിനറൽസും സോയിലിൽ നിന്നും റൂട്ട് അബ്സോർബ് ചെയ്യുന്നു. ഇവരെല്ലാവരും ട്രാൻസ്പോർട്ട് ചെയ്ത് ലീഫിലെത്തുന്നു. ലീഫിൽ ക്ലോറോഫിൽ ഉണ്ട്. ആ ക്ലോറോഫിലിന്റെ പ്രസൻസിൽ സൺലൈറ്റിന്റെ ലൈറ്റ് എനർജി യൂസ് ചെയ്ത് പ്ലാന്റ് കാർബൺ ഡയോക്സൈഡും ഈ വാട്ടർ ആൻഡ് മിനറൽസിനെയും കമ്പൈൻ ചെയ്ത് ഫുഡ് ഉണ്ടാക്കുന്നു, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാക്കുന്നു. ആ കാർബോഹൈഡ്രേറ്റ്സ് ഇതാ പ്ലാന്റിന്റെ അകത്ത് തന്നെ ഉണ്ട്. അതേസമയം തന്നെ ഓക്സിജൻ റിലീസ് ചെയ്യപ്പെടുന്നു. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. During the process, oxygen is released. The carbohydrates ultimately get converted into starch. The presence of starch in leaves indicates the occurrence of photosynthesis. The starch is also a carbohydrate. അപ്പോൾ പ്ലാന്റിൽ ഈ കാർബൺ ഡയോക്സൈഡും വാട്ടറും
സൺലൈറ്റിന്റെയും ക്ലോറോഫിലിന്റെയും പ്രസൻസിൽ കമ്പൈൻ ചെയ്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞു. ആ കാർബോഹൈഡ്രേറ്റിനെ പിന്നെ പ്ലാന്റിൽ സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാർച്ച് രൂപത്തിലാണ്. കാർബോഹൈഡ്രേറ്റ്സ് പലതരത്തിലുണ്ട്, പല ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം പ്ലാന്റ് ജസ്റ്റ് ഉണ്ടാക്കി വെച്ച് അതേ ഫോമിലല്ല പ്ലാന്റ് സൂക്ഷിച്ചു വെക്കുന്നത്. സൂക്ഷിക്കുമ്പം അതിനെ കുറച്ച് രൂപവ്യത്യാസമൊക്കെ വരുത്തി സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് പ്ലാന്റ്സിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. പ്ലാന്റ്സിൽ അപ്പം ലീവ്സിൽ സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ അതെന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഓക്കെ, ഫോട്ടോസിന്തസിസ് ഒക്കെ നടന്ന് ആ കാർബോഹൈഡ്രേറ്റിനെ സ്റ്റാർച്ച് ആയിട്ട് സൂക്ഷിച്ചു വെച്ചു. ദാറ്റ് മീൻസ് ഫോട്ടോസിന്തസിസ് നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ലീഫിൽ സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ. നമ്മുടെ പറയുന്ന സ്റ്റാർച്ചും ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. Bojo has observed some plants with deep red, violet, brown leaves. He wants to know whether these leaves also carry out photosynthesis. നമ്മൾ ചില ചെടികളൊക്കെ കാണലുണ്ട് ഡീപ്പ് റെഡ്, വയലറ്റ്, ബ്രൗൺ ഒക്കെ കളറിലുള്ള ലീവ്സ് ഉള്ള. അപ്പോൾ ഇത് ബോജോയും കണ്ടിട്ടുണ്ട്. ബോജോന് എന്ത് ഡൗട്ട് വന്നു? നമ്മൾ പറഞ്ഞു ഗ്രീൻ കളർ പിഗ്മെന്റ് ആണ് ഫോട്ടോസിന്തസിസിനൊക്കെ ആവശ്യം. അപ്പോൾ പച്ച കളറിലുള്ള പച്ച നിറത്തിലുള്ള ഇലകളുള്ള ചെടികളിലാണ് ഇത് നടക്കുക എന്നാണ് ബോജോന് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇലകളിൽ ഫോട്ടോസിന്തസിസ് നടക്കുമോ എന്നുള്ള ഒരു ഡൗട്ട് ബോജോന് വന്നു. Activity 1.1. Take 2 potted plants of the same kind. Keep one in the dark or in a black box for 72 hours and the other in the sunlight. Perform iodine test with the leaves of both plants as you did in class 6. Record your results. അപ്പോൾ അയഡിൻ ടെസ്റ്റ് എന്തിനാണ് നടത്തുക? സ്റ്റാർച്ച് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അയഡിൻ ടെസ്റ്റ് നടത്തുക. രണ്ട് ഒരേപോലെയുള്ള പ്ലാന്റ്സിനെ എടുത്ത് ഒന്നിനെ ഡാർക്കിലും ഒന്നിനെ സൺലൈറ്റിന്റെ പ്രസൻസിലും വെച്ച് കഴിഞ്ഞ് പിന്നെ ഈ ഇല വെച്ചിട്ട് നമ്മൾ അയഡിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫോട്ടോസിന്തസിസ് നടന്ന പ്ലാന്റിൽ മാത്രമേ സ്റ്റാർച്ച് ഉണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. Now leave the pot which was earlier kept in the dark in the sunlight for 3-4 days and perform the iodine test again on its leaf. Record your observation in your notebook. നിങ്ങൾ ആദ്യം ഡാർക്കിൽ വെച്ചിട്ട് നിങ്ങൾ അയഡിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാർച്ച് ഉണ്ടെന്ന് മനസ്സിലാവില്ല. വീണ്ടും ആ ചെടീനെ 3-4 ദിവസം സൺലൈറ്റിൽ വെച്ചിട്ട് പിന്നെ ഒന്ന് അയഡിൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. വീണ്ടും ആ പ്ലാന്റിൽ ഫോട്ടോസിന്തസിസ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അവിടെ സ്റ്റാർച്ച് ഫോം ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് അയഡിൻ ടെസ്റ്റ് പോസിറ്റീവായിട്ട് കിട്ടും. The leaves other than green also have chlorophyll. The large amount of red, brown and other pigments mask their green color. അപ്പം ബോജോന്റെ ഡൗട്ടിനുള്ള ആൻസർ വരികയാണ്. ബോജോന്റെ ഡൗട്ട് എന്തായിരുന്നു? പച്ച കളറിലല്ലാത്ത ഡീപ്പ് റെഡ്, വയലറ്റ് അങ്ങനെയുള്ള കളറിലൊക്കെയുള്ള ലീവ്സിൽ അപ്പം ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ടോ എന്നായിരുന്നു ബോജോന്റെ ഡൗട്ട്. അപ്പൊ ഇവര് പറയാണ് അങ്ങനെ നമ്മൾ വേറെ കളറിൽ കാണുന്ന ലീവ്സിലെ ഇപ്പൊ താഴെ ഈ ഫിഗറിൽ നോക്കിയേ, നിങ്ങൾക്ക് പല കളറിലുള്ള ലീവ്സ് കാണാം. ഈ ലീഫിൽ ഗ്രീൻ കളർ കാണാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രീനിനെക്കാട്ടും കൂടുതൽ ഇതിൽ വേറെ കളറിലുള്ള പിഗ്മെന്റ്സ് ആണ് കൂടുതൽ. എന്നാലും ഗ്രീൻ അവിടെ ഉണ്ട്. അപ്പോൾ ആ ചെടികളിലും ആ ലീഫുകളിലും ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. Photosynthesis take place in these leaves also. ഇപ്പോൾ ബോജോന്റെ ഡൗട്ടിന് ക്ലിയർ ആൻസർ വന്നു. അവിടെ ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. You often see slimy green patches in ponds or in other stagnant water bodies. നിങ്ങൾ ഇങ്ങനെ അധികം ഒഴുക്കില്ലാത്ത ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വാട്ടർ ഉണ്ടാവില്ലേ, വാട്ടർ ബോഡീസ് ഉണ്ടാവില്ലേ, അവിടെ ഒരു പച്ച കളറിൽ കുറച്ച് കൊഴുപ്പുള്ള സ്ലൈമി പറഞ്ഞാൽ കൊഴുപ്പ് പോലെയുള്ള പച്ച കളറിലുള്ള ഒരു സാധനം ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ചെടിയല്ല എന്ന ഒരു പച്ച കളർ കാണാം. These are generally formed by the growth of organisms called algae. അപ്പോൾ നിങ്ങൾ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഒരു കൊഴുപ്പുള്ള പച്ച കളറിലുള്ള ഒരു സാധനം കാണുന്നുണ്ടെങ്കിൽ അത് ആൽഗെ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് കാരണം ഫോം ചെയ്തിട്ടുള്ളതാണ്. Can you guess why algae are green in color? നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്തുകൊണ്ടാണ് ആൽഗെ ഗ്രീൻ കളർ ആവുന്നത്? They contain chlorophyll which gives them the green color. ഈ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിലും ഏതാത് ആൽഗെ, ഈ ആൽഗയിലും ക്ലോറോഫിൽ ഉണ്ട്. ആ ക്ലോറോഫിൽ കാരണമാണ് അത് പച്ച കളറായിട്ട് കാണുന്നത്.
Algae can also prepare their food by photosynthesis. അപ്പം പ്ലാന്റ്സിന്റെ കൂടെ വേറൊരു ഗ്രൂപ്പിനെ നമ്മൾ പഠിക്കുകയാണ്. അവരും they are able to photosynthesize their own food. They are called algae. അപ്പം പ്ലാന്റ്സിനും ആൽഗയ്ക്കും they show autotrophic mode of nutrition or algae plants are autotrophs. നമ്മൾ ന്യൂട്രീഷൻ എന്താണെന്ന് പഠിച്ചു. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു, ഏത് രീതിയിൽ ആ ഭക്ഷണത്തിന് എടുക്കുന്നു, ആ ഭക്ഷണം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ന്യൂട്രീഷനാണെന്ന് പറഞ്ഞിട്ടുള്ളത്. 2 ടൈപ്പ് ഉണ്ടായിരുന്നു, ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുന്നവരെ നമ്മൾ ഓട്ടോട്രോഫ്സ് എന്ന് വിളിച്ചു. അങ്ങനെയുള്ള 2 ഓട്ടോട്രോഫ്സ് ആണ് പ്ലാന്റ്സും ആൽഗയും.